സ്കിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പ്രഗ്നൻസി ആയിട്ട് വന്ന് നിൽക്കും, അങ്ങനെയൊക്കെ ഓരോരോ വേഷങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ സ്റ്റാൻഡപ്പിൽ പറയുമ്പോൾ ലൈവായിട്ട് പറയുമ്പോൾ ആളുകൾ പറയും ശരിക്കും ഇവളുടെ വീട്ടിൽ നടക്കുന്നതാണോ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ തേപ്പ് കഥകളൊക്കെ പറയും, അപ്പം ഇത് ഇവളുടെ കെട്ടിയും കാണുന്നില്ലേ, ഇവളുടെ വീട്ടുകാർ കാണും, അങ്ങനെ ചിന്തിക്കും. കഥയിലെ ജീവിതം കാണുന്നില്ല, കിരിക്കപ്പച്ചൻ ഇങ്ങനെയാണോ, അവർ ചിരിക്കൂല. രമേശൻ്റെ ഒരു ഫാനാണ് ഞാൻ, പുള്ളിക്കാരൻ്റെ സ്റ്റാൻഡപ്പൊക്കെ എപ്പോഴും കാണുന്ന പ്രിൻസിപ്പലിൻ്റെ മുന്നിൽ നിൽക്കുന്ന പോലെ പുള്ളിക്കാരൻ്റെ അടുത്ത്. രമേശൻ്റെ അടുത്ത് നിന്ന് 15,000 കിട്ടുക എന്ന് പറഞ്ഞാലും ബമ്പറടിച്ച പോലെ തോന്നും. ഫേസ്ബുക്കിൽ ഞാനൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ചിരിക്കാത്ത ചില മുഖങ്ങൾ തിരിച്ചറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിടും. അപ്പോൾ കുറേ പേര് ഇൻബോക്സിലൊക്കെ വന്നിട്ട് ചോദിക്കും, ഫ്രണ്ട്സൊക്കെ ഇത് എന്ത് പറ്റി. ഞാൻ എഴുതുമ്പോഴേ ഉള്ളത് കമലാസുരയൊക്കെ എഴുതുമ്പോൾ ഇവരിങ്ങനെ ചോദിക്കും. എൻ്റെ കൂടെ ആൾക്കാർ നടക്കൂല, എൻ്റെ കൂടെ നടക്കുന്നവർക്ക് ലുട്ടാപ്പി എന്ന് ഓൾറെഡി പേരുണ്ട്. കളിയാക്കലുകളിലേക്കൊക്കെ പോയ സമയത്ത് കുട്ടിയായിരുന്ന മായാവിക്ക് അത് എത്രത്തോളം, ഞാനന്ന് ആത്മഹത്യയെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പറയും എൻ്റെ പേര് മാറ്റിയില്ലെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ പറയും. കാരണം എൻ്റെ അമ്മയുടെ പേരാണ് വാസന്തി എന്നുള്ളത്. അപ്പോൾ മായാവി എന്നിട്ട് കഴിയുമ്പോൾ ബാലരമേല മായാവിയായിരുന്നു. ഇപ്പോഴത്തെ ബാലരമേല മായാവിക്ക് ഡ്രസ്സൊക്കെ ഉണ്ട്, അന്നത്തെ മായാവിക്കില്ല. അപ്പോൾ ഈ ഡിഒ ഒക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും യൂണിഫോം ഇട്ടിട്ട് വരണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ക്ലാസ്സിൽ പിള്ളേർ കളിയാക്കും, മായാവിക്ക് യൂണിഫോം ഒന്നും വേണ്ടല്ലോ എന്നൊക്കെ പറയും. ഞാൻ പ്രണയത്തേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സൗഹൃദത്തിനാണ്. കാരണം ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി കൊറോണ ടൈമിൽ അത് 8 നില പൊട്ടി. അതിനിടയ്ക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അതൊരു 4 months ഒക്കെ അപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ട് അതിൻ്റെ ഒരു പ്രശ്നം. ഹസ്ബൻഡിന് ആക്സിഡൻ്റ് ആയി. പക്ഷെ അപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. എൻ്റെ കൂടെ ആ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെ ഞാൻ എന്തു വന്നാലും ജീവൻ കൊടുത്ത് നോക്കും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മറ്റുള്ളവരാരും അറിയില്ല, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കൂടി എനിക്ക് നോക്കിയാൽ അത്രയും സന്തോഷം എന്ന് പറയുന്നത്. ഇനിയിപ്പം എനിക്ക് വലിയ വജ്രമൊന്നും മേടിച്ചു കൊടുക്കണമെന്നില്ല, ഞാൻ ചിലപ്പോൾ ഒരു ചെറിയ ഷർട്ട് മേടിച്ചു കൊടുത്ത് പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്. ആ ചെറിയ ചെറിയ സന്തോഷങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ചിരിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളൂ. എനിക്ക് എൻ്റെ കാര്യം കേട്ട് വേറെ ആൾ കരയുന്ന എനിക്ക് താല്പര്യമില്ല. ലേഡീസ് പൊതുവേ പറയുന്നൊരു കാര്യമാണ്, ചാടി കയറി 4 അടിയൊക്കെ അടിച്ചിട്ട് പറയാം എനിക്ക് മൂഡ് സ്വിങ്സ് ആണെന്ന് പറയും. ഇത് ആൺകുട്ടികൾക്ക് ഈ സംഭവം ഇല്ലേ? മൂഡ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ മാറിക്കൊടുത്താൽ ചില അത്രയും പേരെ മൂഡ് കളഞ്ഞ് അലറി വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ മൂഡ് സ്വിങ്സ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് അവരവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നൊരു മൂഡൊക്കെ ഉണ്ടാക്കാവുള്ളൂ. ബെന്നീസ് റോയൽ ടൂർസ് കൊച്ചി, തൃശൂർ, ട്രിവാൻഡ്രം, കാലിക്കറ്റ്. വി എന്ന ഇനിഷ്യലിനെ വിക്ടറിയാക്കി മാറ്റിയ മായാവിയാണ് എന്നോടൊപ്പം. വെൽക്കം. താങ്ക് യു. മായാവി, എനിക്ക് തോന്നുന്നു ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ആണെങ്കിലും മായാവിയുടെ സ്റ്റാൻഡപ്പ് കോമഡിക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയാണ്. അതെ, കുറച്ചേറെ. അതായത് ഞാനൊരു മെയിലിസ്റ്റ് ആണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ കണ്ടന്റുകളൊക്കെ വരുന്നതൊക്കെ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വൈറലായ സാധനമാണെങ്കിൽ അങ്ങനെയാണ്. അപ്പം എങ്ങനെയായിരുന്നു മായാവി ഒരു സ്റ്റാൻഡപ്പ് സാധനം, അതായത് ഒരു പെൺകുട്ടി എടുക്കുന്നു, ഇതൊക്കെ എങ്ങനെയായിരുന്നു തുടങ്ങിയത്? സ്റ്റാൻഡപ്പിലേക്ക് ഞാൻ അങ്ങനെ വന്നത്, അത് എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരിക്കലൊരു ഇങ്ങനെ മഴവില്ലിൻ്റെ ഒരു നമ്പർ കണ്ടപ്പോഴത്തേക്കും ഫസ്റ്റ് ജോൺ ജോ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഈ സ്റ്റാൻഡപ്പ് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചിരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊരു അതിശയമായിപ്പോയി. പിന്നീട് ഒരു പെൺകുട്ടി അതിൽ വന്നു. അപ്പോൾ എനിക്ക് പെൺകുട്ടികളിങ്ങനെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുമോ എന്നായി. അപ്പം ഞാൻ ചുമ്മാ എൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ പോയാൽ കൊള്ളാം എന്നുള്ളത്. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ വെറുതെ ഞാനിങ്ങനെ എൻ്റെ പേര് വെച്ചിട്ട് തന്നെ ഞാനിങ്ങനെ വീഡിയോ അയച്ചതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ ഓഡിഷൻ വന്നപ്പോൾ കുറേ ആളുകളുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ സൗണ്ടിൻ്റെ എൻ്റെ പേരിൻ്റെയും പ്രത്യേകത കൊണ്ടാണ് അവർ സെലക്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. പിന്നീട് അങ്ങനെ ഫസ്റ്റായിട്ട് വന്ന് പിന്നെ സ്ഥിരം ഞാൻ സ്റ്റാൻഡപ്പിലേക്ക് ഒരുപാട് വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ വഴിതെറ്റി വന്നതാണ്, പെട്ടുപോയത്. ആദ്യമായി 4 മിനിറ്റ് ഒരാളെ ചിരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര സിമ്പിൾ ആണോ? അത് എത്രമാത്രം അതിന് പിന്നിലൊരു എഫേർട്ട് ഉണ്ട്? അത് നമ്മളൊരു കണ്ടന്റ് എടുക്കുന്നതായിട്ടിരിക്കും. ഇപ്പോൾ നമ്മളൊരു കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ വീട്ടിലതെങ്ങനെയാണ്, ഇപ്പോൾ ഒരു പുരുഷൻ ഞാൻ കണ്ടന്റ് എടുക്കുമ്പോൾ നോർമലി എൻ്റെ വീട്ടിലെ പുരുഷന്മാരെങ്ങനെയാണെന്ന് ഞാൻ പറയും. എന്നിട്ട് ഞാൻ പബ്ലിക്കിൽ അതെങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യം പറയും. ചിലത് എനിക്ക് തോന്നുന്നു സ്റ്റാൻഡപ്പിൽ ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടൻറ്റൊക്കെ എടുക്കുമ്പോൾ എനിക്ക് കുറേ പേര് കേട്ട ആളുകൾക്കൊക്കെ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർക്ക് വല്ല കോട്ട്സായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്ന ചില അനുഭവങ്ങളൊക്കെ ഞാൻ ഹാസ്യവൽക്കരിച്ച് പറയാൻ ശ്രമിക്കും. എനിക്ക് പറയാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ചില പുരുഷന്മാരോ ചില സ്ത്രീകളൊക്കെ ഉണ്ട് നമ്മളെ ഹേർട്ട് ചെയ്തൊക്കെ സംസാരിക്കുക, അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലോട്ടൊക്കെ ഇടിച്ചു കയറിയിട്ട് അഭിപ്രായങ്ങൾ പറയുന്നവരൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ചില സമയങ്ങളിൽ ഞാൻ സ്റ്റാൻഡപ്പിൽ കയറി ഒരു ഒട്ടൊക്കെ കൊടുക്കും. നോർമലി അതൊരു ഹാസ്യവൽക്കരിച്ച് ഞാൻ പറയും. അങ്ങനെ കണ്ടന്റ് എടുക്കാറുണ്ട്. അങ്ങനെ വീട് തന്നെയാണ് കണ്ടന്റിനുള്ള ഉറവിടം എന്നൊക്കെ അല്ലേ? വീട്ടിലെ ആൾക്കാർ തന്നെയാണ് അതിനൊരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പം അയലത്തെ വീട്ടിൽ അച്ഛനെ പറയാൻ പറ്റൂല.
അയലത്തെ വീട്ടിൽ അച്ഛന്മാരെ പറഞ്ഞാൽ എനിക്ക് അച്ഛനില്ലേ ചോദിക്കും. അതിപ്പോൾ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ ഇത് തന്നെ ആളുകൾ ചോദിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കാര്യം പറയും. അപ്പം പൊതുവേ എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾ സ്റ്റാൻഡപ്പ് ചെയ്താലും ഈ സ്കിറ്റ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്താൽ അവരൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഇവർ ഇപ്പോൾ ചിലവർ വന്നിട്ട് നിന്ന് ഈ സ്കിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പ്രഗ്നൻസി ആയിട്ട് വന്ന് നിൽക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോരോ വേഷങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ സ്റ്റാൻഡപ്പിൽ പറയുമ്പോൾ ലൈവായിട്ട് പറയുമ്പോൾ ആളുകൾ പറയും ഇത് ശരിക്കും ഇവളുടെ വീട്ടിൽ നടക്കുന്നതാണോ? അങ്ങനെ പെൺകുട്ടികൾ പറയുമ്പോൾ അയ്യോ ഇവർക്ക് പ്രശ്നമില്ലേ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ തേപ്പ് കഥകളൊക്കെ പറയും. അപ്പോൾ ഇത് ഇവളുടെ കെട്ടിയും കാണുന്നില്ലേ, ഇവളുടെ വീട്ടുകാർ കാണും, അങ്ങനെ ചിന്തിക്കും. അതിന് കോമഡിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന്. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ആണെന്നൊന്നും ലൈവ് പറയാറില്ല. ചിലത് എനിക്ക് തോന്നുന്നു ഈ ലൈവ് ഈ സ്റ്റാൻഡപ്പ് നമുക്ക് ഈ ഓപ്പൺ ആയിട്ടൊരു സ്ഥലത്തൊന്നും നമുക്ക് പറ്റൂല. ഇപ്പോൾ ഓപ്പൺ മൈക്ക് ചെയ്യുന്നിടത്തോ സ്റ്റാൻഡപ്പ് കാണാനായിട്ട് വരുന്നവരുടെ മുന്നിൽ നമുക്ക് പെർഫോം ചെയ്യാം, ഓക്കെ, അവരത് പ്രതീക്ഷിച്ചായിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു ഉത്സവപ്പറമ്പിലോ വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് നമ്മളിങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അവർ കൊച്ചു കഥയിലെ ജീവിതം കാണുന്ന പോലെ കിരിക്കി കൊച്ചിന് ഇങ്ങനെയാണോ, അവർ ചിരിക്കൂല. പിന്നെ ഇറങ്ങി വന്നിട്ട് പറയാ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ചോദിക്കും ഹസ്ബൻഡ് ശരിക്കും ഇങ്ങനെയാണോ, എന്ത് ചെയ്യുക അല്ലേ. അത് അവർ കോമഡി ആയിട്ട് കാണൂല ചിലപ്പോൾ. അങ്ങനെ സ്റ്റാൻഡപ്പ് എല്ലാവരിലോട്ടും അങ്ങനെ എത്തിപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. മായവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മായവ വന്ന് സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പെട്ടെന്ന് അട്രാക്റ്റീവ് ആകും. ആ ഒരു സൗണ്ടിലേക്കും ആ ഒരു കഥയിലേക്കും എന്താണോ പറയുന്നത് അതിലേക്ക് അട്രാക്റ്റീവ് ആകും. കുട്ടിക്കാലം തൊട്ട് തന്നെ ഈ ഒരു എന്താ പറയുക സ്മാർട്ട് ആൻഡ് അട്രാക്റ്റീവ് കുട്ടിയായിരുന്നു മായവി. സ്മാർട്ടൊന്നുമല്ല, എനിക്ക് എൻ്റെ സൗണ്ട് ഇഷ്ടമില്ലായിരുന്നു. ഇങ്ങനെ ചിലപ്പോൾ പിള്ളേരൊക്കെ കളിയാക്കി ഇങ്ങനെ പെൺകുട്ടികളുടെ സൗണ്ട് കിളിനാഥെന്നൊക്കെയാണല്ലോ ഓൾറെഡി പണ്ടൊക്കെ ഒരു ഹരികളിലും ഒക്കെ എങ്ങനെയാണല്ലോ. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ സൗണ്ട് ഇങ്ങനെയെന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ആ കൊറോണ ടൈമിലൊക്കെ കുറേ പേര് എൻ്റെ സൗണ്ട് കേട്ടിട്ടൊക്കെ എന്നെ തിരിച്ചറിയും. മാസ്ക് വെച്ചിട്ട് നമ്മൾ പോകുമ്പോഴൊക്കെ ഫോണിലൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഇപ്പം എനിക്ക് അഴകിരാണ് ഫിലിം ഇഷ്ടമില്ലാതെ ഇപ്പം ഇഷ്ടമായി. അല്ല മായാവി ഇപ്പൊ പറഞ്ഞപ്പോഴാണെങ്കിലും ഇപ്പം സൗണ്ട് ശരിയാണ്. കാരണം എൻ്റെത് ഒരു ബാസ് ഉള്ള ഒരു സൗണ്ടാണ്. ഇപ്പം ഈ കുട്ടിക്കാലത്തൊക്കെ ഈ പെൺകുട്ടികൾക്ക് ഭയങ്കര ക്യൂട്ട് അല്ലെങ്കിൽ കിളിനാഥം ആ ഒച്ചയൊക്കെയാണ് ആൺകുട്ടികൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് എനിക്കും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷം നമ്മൾ ഈ നമ്മുടെ സൗണ്ടിലുള്ളൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഈ ശബ്ദത്തെ പിന്നീട് ആ ഒരു ശബ്ദം അവരുടെ ഒരു പ്രൊഫഷനായിട്ട് വരുമ്പോൾ ഒരു കോൺഫിഡൻസ് വേറെയാണ്. അപ്പൊ മായാവിക്ക് ഇത് ഏതൊരു മൊമെന്റിലാണ് ഈ സൗണ്ടിനോട് പിന്നീട് ഭയങ്കര ഒരു ക്രേസ് അല്ലെങ്കിൽ അതിനെ ഇപ്പം മായാവി അതാണ് മായാവിയുടെ ജോബ് അതിലേക്ക് എത്തിയപ്പോൾ? അത് ചില ആളുകൾ നമ്മളോട് ഇൻസ്റ്റാഗ്രാമിൽ ചില പിള്ളേരൊക്കെ നമുക്ക് മെസ്സേജ് ഇടുമ്പോൾ ചേച്ചി എനിക്കൊരു ഇപ്പം ഞാൻ ചില സമയങ്ങളിൽ ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോൾ ചേച്ചി തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കും, മായാവി തന്നെയാണോ എന്ന് പറയാം. അപ്പോൾ എനിക്ക് വോയിസ് അയക്കാവോ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ശരി. അപ്പം എനിക്ക് ചില സമയങ്ങളിൽ ഞാൻ തന്നെ എൻ്റെ വോയിസ് ശരിയാ കുഴപ്പമില്ല. പിന്നെ എന്നെ കുറേ ആളുകളിങ്ങനെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതിന് മുന്നിൽ നമ്മളെപ്പോഴും സംസാരിക്കാൻ ഇഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ എനിക്ക് പിന്നെ എനിക്ക് എൻ്റെ വോയിസ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ചില ആളുകൾ പറയുമ്പോഴത്തേക്ക് സൗണ്ട് ഭയങ്കര നല്ല രസമാട്ടോ എന്ന് പറയുമ്പോൾ ശരിയാണല്ലോ എന്ന് പറയും. എൻ്റെ സൗണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്കും നല്ലൊരു ഇഷ്ടം തോന്നും. ഇഷ്ടമാണ്. ഈ കുട്ടിക്കാലം തൊട്ട് തന്നെ ഈ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ആയിരുന്നു? അങ്ങനെ എനിക്ക് എടുത്തു പറയത്തൊക്കെ ഒന്നും എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ നാട്ടിൽ ഓണപ്പരിപാടിക്കൊക്കെ ഉള്ള പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ അങ്ങനെ എങ്ങാനും കയറുമായിരിക്കും. പിന്നെ സ്കൂളിൽ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഒഴിവാകണം, നമുക്ക് റിഹേഴ്സലിന് കുറച്ച് ടൈം കിട്ടുമല്ലോ. ആ ഒരു ടൈമിന് വേണ്ടിയിട്ട്, അത് ആ കലയോടുള്ള സ്നേഹം കൊണ്ടല്ല, ഒരു ക്ലാസ് കട്ട് ചെയ്യാനുള്ള ആ ഒരു റിഹേഴ്സൽ ടൈമിൽ ഒരാഴ്ച പിള്ളേർ ക്ലാസ്സിൽ കയറത്തില്ല. ഒപ്പനയ്ക്കുള്ള പിള്ളേരാണെങ്കിൽ അവർ റിഹേഴ്സൽ എന്ന് പറഞ്ഞു പോകില്ലേ. അപ്പം അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാതെ ഒപ്പനയ്ക്കും അതിനൊക്കെ പിള്ളേരുണ്ടായിരുന്നു ഞാനും എന്ന് പറഞ്ഞ് കയറും. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം അറിഞ്ഞിരുന്നു. കാരണം സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ട് ഇപ്പം മായാവി നല്ല വായാടിയായിരുന്നു. ആ സമയത്ത് മായാവിയുടെ അടുത്ത് സാറൊക്കെ മിണ്ടിയാൽ ഇനി ക്ലാസ്സിന് വെളിയിലാണ്, അങ്ങനെ മിണ്ടാൻ സമ്മതിക്കത്തില്ലാത്തൊരു കുട്ടിയായിരുന്നു. സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സാറുമാർ മിണ്ടരുത് എന്ന് പറഞ്ഞിരുന്ന കുട്ടി പിന്നീട് ഒരു വേദിയിൽ അതേ സാറിനൊപ്പം വന്നിരുന്നിട്ട് സാറ് പറഞ്ഞു കുറച്ചുകൂടെയൊക്കെ പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടെയൊക്കെ സംസാരിക്കാമായിരുന്നു എന്ന്. ആ ഒരു ഷിഫ്റ്റ്. അപ്പം മായാവി ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ക്ലാസ്സിലെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ ടീച്ചർമാരിപ്പം നോക്കിയിട്ട് ഇങ്ങനെ പേര് പറയും, അല്ല ധന്യം മിണ്ടാതിരിക്കുക, അല്ലെ മിനി മിണ്ടാതിരിക്കുക, ഇങ്ങനെ പേര് പറയും. എന്നിട്ട് ഈ ടീച്ചേഴ്സ് നോക്കുമ്പോഴേ അവരാരാ സംസാരിച്ചെന്ന് അറിയും. ആ സമയം ഞാൻ സംസാരിക്കുമ്പോൾ ടീച്ചേഴ്സിന് എവിടെ നിന്നാലും അറിയാം ഇത് മായയുടെ സൗണ്ടാന്ന്. അപ്പോൾ ടീച്ചർ അല്പം ഇങ്ങനെ എഴുതുകയാണെങ്കിൽ പോലും മുഖം നോക്കില്ല, മായ മിണ്ടാതിരിക്കുക, മായവി ഇങ്ങനെ മാത്രമേ പറയുള്ളൂ. പിന്നെ ക്ലാസ്സിൽ മായാവി എന്നൊരു പേര് കിടക്കണമുണ്ട്, എല്ലാവരും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും മായാവി. എൻ്റെ കൂടെ ആൾക്കാർ നടക്കൂല, എൻ്റെ കൂടെ നടക്കുന്നവർക്ക് ലുട്ടാപ്പി എന്ന് ഓൾറെഡി പേരുണ്ട്. അത് കാരണം കൂട്ടുകാർ ഇങ്ങനെ അങ്ങനെ ഒരു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അന്നേരം ആര്യ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. പക്ഷെ അവൾക്കത് പ്രശ്നമല്ല കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ ഈ വോയിസിൽ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ പറയും. അങ്ങനെ കുറച്ചൊക്കെ ഒരു
ഇത് പിടിച്ചായിരുന്നു ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ സാറ് രണ്ടാമത് ആ ഒരു ഇത് വന്നപ്പോ അത് വന്നപ്പോൾ മിക്ക സമയത്ത് ഇങ്ങനെ സംസാരിക്കാൻ എന്നെ പിടിച്ചിട്ട് ലീഡർ ആക്കിയിട്ടുണ്ട്. കാരണം മെയിനായിട്ട് സംസാരിക്കുന്നവരാണ് ലീഡർ ആവാറുള്ളത്, അവിടെ നിർത്തുമല്ലോ. അപ്പോൾ അന്നൊക്കെ സാർ എപ്പോഴും ഇങ്ങനെ നിനക്ക് ക്ലാസ്സിൽ സംസാരിക്കാനാണോ നീ വരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും എന്നെ വഴക്കൊക്കെ പറയായിരുന്നു. അപ്പം പിന്നീട് ഇതുപോലൊരു പ്രോഗ്രാമിന് ഞാൻ ചെന്നപ്പോഴത്തേനും സാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. സാറ് പറഞ്ഞു മായയിൽ നിന്ന് നിങ്ങൾ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു, മായയ്ക്ക് കുറച്ചുകൂടി സംസാരിച്ചൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ വേരിയേഷൻ നോക്കുമായിരുന്നു. അന്ന് ഈ പുള്ളി വാ തുറന്ന് എടുത്തിട്ട് തട്ടുമായിരുന്നു. ഇപ്പം വാ തുറക്കാഞ്ഞിട്ടാ എന്ത് ചെയ്താലും പ്രശ്നമാണല്ലോ എന്ന് ആലോചിച്ചു. എൻ്റെ ഒരു പ്രശ്നക്കാരിയായിട്ടാണ് സാർ കാണുന്നതെന്നൊക്കെ. ഇപ്പം മായാവി പറഞ്ഞപ്പോഴാണെങ്കിലും കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിലും ഇപ്പം ക്ലാസ്സിൽ മായാവി എന്നൊരു, അതായത് ഇപ്പം ആ ഒരു പേര് വളരെ റെയറാണ്, നല്ല രസമുള്ളൊരു പേരാണ് മായാവി. അപ്പം ഈ വി എന്നൊരു ഇനിഷ്യൽ മായയുടെ കൂടെ വന്ന മായാവിയായി. അപ്പം കുട്ടിക്കാലത്തെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇപ്പം വിളിച്ച് കളിയാക്കലുകളിലേക്കൊക്കെ പോയ സമയത്ത് കുട്ടിയായിരുന്ന മായാവിക്ക് അത് എത്രത്തോളം അന്നത്തെ അത് ഏതെങ്കിലും രീതിയിലൊക്കെ? ഞാനന്ന് ആത്മഹത്യയെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ പറയും എൻ്റെ പേര് മാറ്റിയില്ലെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ പറയും. കാരണം എൻ്റെ അമ്മയുടെ പേരാണ് വാസന്തി എന്നുള്ളത്. അപ്പോൾ മായാവി എന്നിട്ട് കഴിയുമ്പോൾ കൂടുതലും അന്നൊന്നും മമ്മൂട്ടിയുടെ ഫിലിമൊന്നും ഇറങ്ങിയിട്ടില്ല. അതിറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് അഭിമാനമൊക്കെ ആയിട്ടോ. ഈ ബാലരമേല മായാവിയായിരുന്നു. ഇപ്പോഴത്തെ ബാലരമേല മായാവിക്ക് ഡ്രസ്സൊക്കെ ഉണ്ട്, അന്നത്തെ മായാവിക്ക് ഇല്ല. അപ്പോൾ ഈ ഡിഒ ഒക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും യൂണിഫോം ഇട്ടിട്ട് വരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ക്ലാസ്സിൽ പിള്ളേർ കളിയാക്കും, മായാവിക്ക് യൂണിഫോം ഒന്നും വേണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അതിങ്ങനെ തമാശയ്ക്ക് പറയുന്നതിൽ ചിലപ്പോൾ നമുക്ക് ഈ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ ചെറിയ ചെറിയ കളിയാക്കലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടും സങ്കടം വരും. ഇപ്പം ഞാൻ പറയാം ഞാൻ വലുതാകുമ്പോൾ എൻ്റെ പേര് മാറ്റും. ഇപ്പം ആണെങ്കിൽ അമ്മ അത് പറയുമ്പോഴത്തേക്ക് പറയും, ഇപ്പോൾ എല്ലാവരും മായവി എന്ന് പറയുമ്പോൾ പറയണമുണ്ടല്ലോ, അങ്ങനെ പറയും. അതാണ് ആ കളിയാക്കലിൽ നിന്ന് വന്ന മായാവി എന്ന ഒരു പേര് കാരണമാണ് ആ ഷോയിലേക്ക് എല്ലാവരും ഇൻവിറ്റേഷൻ. കുറച്ച് പേര് ചോദിക്കും ഈ ഷോയ്ക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ മായാവി എന്നിട്ടിരിക്കുന്നത്, അതോ ശരിക്കും പേരെന്താന്ന് ചോദിക്കും. ശരിക്കും എൻ്റെ ഒരു മായ വി ഇനിഷ്യലാണ്, വി എൻ്റെ അമ്മയുടെ പേരാണ്, വാസന്തി എന്ന് അമ്മയുടെ പേര്. ബമ്പർശ്ശേരിയിൽ വന്നിട്ടാണെങ്കിലും അടുപ്പിച്ചടുപ്പിച്ച് ബമ്പർ അടിക്കുന്ന ഒരാളാണ് മായാവി. അപ്പം ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ കണ്ടിട്ട് വീട്ടിൽ ആൾക്കാർ എന്താ പറയുന്നത് ഇപ്പം സംസാരിച്ചു തുടങ്ങിയ മായാവിയെ പറ്റി? അത് വീട്ടിലെല്ലാവർക്കും നമ്മളുടെ, എനിക്ക് തോന്നുന്നു അവരിപ്പോൾ അഭിമാനമുണ്ട്. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞാണ്, അപ്പോൾ ഹസ്ബൻഡിൻ്റെ നാട്ടിലാണെങ്കിലും എൻ്റെ നാട്ടിലാണെങ്കിലും ഇങ്ങനെ പ്രോഗ്രാമില്ല ഞങ്ങൾ കാണാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടും അതിൻ്റെ അഭിമാനമുണ്ട്. പിന്നെ നോർമലി നേരത്തെ അവർ ഞാൻ സംസാരിക്കുമ്പം വീട്ടിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഇവർ ശ്രദ്ധിക്കില്ല. എനിക്ക് ടി വി വരുമ്പോൾ 4 മിനിറ്റ് അവരിന്ന് കാണുന്നുണ്ട്, അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അവരെൻ്റെ പ്രോഗ്രാമൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. വീട്ടിൽ നമ്മൾ വെറുതെ സംസാരിച്ച് അവർക്കൊന്നും അത്ര താല്പര്യമില്ല. അതെ, വീട്ടിൽ എനിക്ക് അങ്ങനെ വില തന്നില്ല, ആ 4 മിനിറ്റിൽ ഞാൻ സ്റ്റാർ ആവാറുണ്ട്. അത് നാടിന് മൊത്തൊരു അഭിമാനമാണെന്നല്ലേ. ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാനൊക്കെ ഒരു കോമഡി പറയാൻ വേണ്ടിയിട്ട് വളരെ സീരിയസ് ഒക്കെ ആയിട്ട് ചിലപ്പം ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കോമഡി പറയുന്നത്. കാരണം കോമഡി പറയാൻ നമുക്ക് പറ്റണില്ല. പക്ഷെ എന്നിട്ട് ലാസ്റ്റ് ഇത് കോമഡി ആണേ നിങ്ങൾ ചിരിക്കുമോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ മായാവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി പറയുന്നത് നറേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. കാരണം ഒരു വേർഡ് പോലും പോവാണ്ട് തന്നെ അത് കറക്റ്റായിട്ട് കൺവേ ചെയ്യണം. അപ്പോൾ മായാവി ഫസ്റ്റ് ഒരു കോമഡി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിന്നപ്പോൾ ഒരു കോമഡി പറഞ്ഞ് ചിരിച്ചെന്തെങ്കിലും സ്കൂളിലോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ ഏത് കഥയായിരിക്കും അത്? ഇത് എൻ്റെ പേരൻ്റെ കഥയൊക്കെ തന്നെയായിരിക്കും. ഞാൻ സ്കൂളിൽ വെച്ചുള്ള ചെറിയ ചെറിയ പിന്നെ ഓർമ്മയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആളുകൾ ചിരിക്കാറുണ്ട്. മെയിനായിട്ടൊരു കാര്യം, എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ആര്യ എന്ന് പറഞ്ഞിട്ട്, സ്കൂളിൽ വെച്ചുള്ള അവളെന്ന് വെച്ചാൽ ഞാൻ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും പുള്ളിക്കാരി ചിരിക്കും. എനിക്കൊന്ന് അവളെ സപ്പോർട്ട് ചെയ്യുന്നു, അത് ചളിയാണെന്ന് അറിയാം, എന്നാലും അവൾ ചുമ്മാ കൂടെ നിന്ന് ചിരിച്ച് സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് അങ്ങനെ എനിക്കൊരു സപ്പോർട്ട് ഇടും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ അങ്ങനെ ചുമ്മാ നമ്മൾ ചില ആളുകൾ എന്ത് പറഞ്ഞാലും ചളി പറയാം. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ ചിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കാണും അതിൽ. അന്നതൊക്കെ ചളിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്ന് പോളിഷ് ചെയ്തൊക്കെ നമ്മളെടുത്തപ്പോൾ കോമഡിയാണ്, കുഴപ്പമില്ല. എൻ്റെ എല്ലാ കോമഡിക്കും അങ്ങനെ മായാവി പറയുന്നത് ചളിയാന്ന പ്രോത്സാഹനം കിട്ടാതെ പോയൊരു ആളാണെന്നൊക്കെ. എല്ലാം ഒന്നുമല്ല, ചിലതൊക്കെ സത്യമാണോ. അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു അഭിമാനം തോന്നിയൊരു നിമിഷം ഈ ഒരു ജേർണിയിൽ ഇത്ര എത്തി, കാരണം ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് മായാവി കടന്നു വന്നത്. അപ്പം ലൈഫാണെങ്കിലും നോക്കുകയാണെങ്കിൽ ഇത്രയും വന്നിട്ട് ഏറ്റവും അഭിമാനം തോന്നിയൊരു നിമിഷം ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? അമ്മയും അച്ഛനും ഒക്കെ ആയിട്ടൊരു തവണ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് പ്രോഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാൻ ടി വിയിൽ നോക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ മുഖത്ത് എന്താ വരുന്നത്, അവരെന്താണ് അങ്ങനെ അവരുടെ മുഖത്ത് അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഞാനങ്ങനെ ഒന്നോർത്ത എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും ഒന്നുകിൽ ടെലിവിഷനിൽ വല്ലതും വേണം, അല്ലെങ്കിൽ നമുക്ക് ഡ്രീം, ഞാൻ അങ്ങനെ ഒരു സ്വപ്നമൊന്നും എൻ്റെ മൈൻഡിലേ ഇല്ല. ഞാനിങ്ങനെ മീഡിയാസിൽ വരും, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അവരുടെ മൈൻഡിലും നോർമൽ എല്ലാവരും പോലെ +2 കഴിഞ്ഞു, മറ്റേ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു, ജോലി ചെയ്തു, കല്യാണം കഴിഞ്ഞു, അപ്പോൾ തീർന്നു. എങ്ങനെയാണ് പെൺകുട്ടികൾ എങ്ങനെയാണ് വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവരെന്നെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെ ഞാൻ
ഫ്രീ ആയിട്ടാണ് നടക്കുന്നതെന്ന് വെച്ചപ്പം ഭയങ്കര സന്തോഷം. കാരണം കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യം വരെ ഞാൻ ഇടയ്ക്ക് മറന്നു പോകും. എത്രയോ ഫ്രീ ആണ് ഞാൻ. അപ്പം അവരുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി. നമ്മളൊക്കെ മറ്റൊരാൾ നമ്മളുമായിട്ട് സന്തോഷിക്കാന്ന് വെച്ചാൽ അവർക്ക് ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതെനിക്ക് ഭയങ്കര ഒരു ഏതോ. പിന്നെ നമ്മളെ ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി അംഗീകരിക്കുമ്പോൾ സന്തോഷം തോന്നും, ഒരു വീട്ടുകാർ അംഗീകരിക്കുമ്പോൾ, ചിലപ്പോൾ ഒരു നാട് മുഴുവൻ നമ്മൾ അംഗീകരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ ഈ ചെറിയ രീതിയിൽ ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അതൊക്കെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് മായാവിക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ കുട്ടിക്കാലത്തൊക്കെയാണെങ്കിലും താങ്ങി നിർത്താൻ ഒരു ഫ്രണ്ട് എന്നും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണെന്ന് ഇപ്പൊ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ചളി അടിച്ചാലും ഒന്ന് സപ്പോർട്ടിൽ ചിരിച്ചു കൊടുക്കുന്ന ഒരു അത്തരം തിക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം സൗഹൃദങ്ങൾ എങ്ങനെയാണ് മായാവിയുടെ ഈ ഒരു ജേർണീനെ? സൗഹൃദങ്ങൾ ഞാൻ പ്രണയത്തേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സൗഹൃദത്തിനാണ്. കാരണം ഞാൻ പ്രണയിച്ചു പോകാൻ കഴിച്ച ആളാണ്. എന്നിരുന്നാൽ പോലും എനിക്കിപ്പോൾ പുള്ളിക്കാരനോടൊക്കെ ചെറുതായിട്ട് പിണങ്ങി കഴിഞ്ഞാൽ ഞാൻ സ്റ്റാറ്റസ് ഒന്നും ഇടില്ല. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരിയോടൊക്കെ ഞാൻ പിണങ്ങി കഴിഞ്ഞാൽ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇടുക, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച്. അത് എപ്പോഴും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യുന്ന കാര്യം. എനിക്ക് ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നതിന് മുമ്പ്, ഈ ഒരു നമ്മുടെ ബമ്പർച്ചിരി വരുന്നതിന് മുമ്പ് ഞങ്ങളൊരു ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് പൊട്ടിപ്പാളിസായി കുറേ സ്ട്രഗിൾ ചെയ്തിട്ട്. സ്ട്രഗിൾ വെച്ചാൽ നോർമൽ എല്ലാവരും പറയുന്നത്. ഇപ്പം ഞാനിങ്ങനെ ഒരു വേദിയിൽ ഇരിക്കുന്നതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. എങ്കിലും ഞങ്ങളൊരു കൂത്താട്ടുളത്താണ് കേട്ടോ ഹസ്ബൻഡ് വീട്. അവിടെ നമ്മളൊരു ബിസിനസ്സൊക്കെ തുടങ്ങി. കൊറോണ ടൈമിൽ അത് 8 നില പൊട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനിടയ്ക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അതൊരു 4 months ഒക്കെ അപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ട് അതിൻ്റെ ഒരു പ്രശ്നം. ഹസ്ബൻഡിന് ആക്സിഡൻ്റ് ആയി. പിന്നെ എൻ്റെ അമ്മായിച്ചന് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ വരുമ്പോഴത്തേക്കും അപ്പം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സുണ്ട്. അവർ നമ്മുടെ കൂടെ ആ ടൈമിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവർ ഇനിയിപ്പം എന്ത് വന്നാലും എൻ്റെ കൂടെ ആ ഇല്ലായ്മയിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനെ ഞാൻ എന്ത് വന്നാലും ജീവൻ കൊടുത്ത് നോക്കും എനിക്ക്. കാരണം അവരെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കൂടെ ആ ടൈമിൽ. കുറേ പേരുണ്ട് ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പോൾ അതിരിക്കിപ്പോൾ ഒരു എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാവണമെന്നില്ല. നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നൊരു കാര്യം ഫ്ലോപ്പായി പോകുമ്പോഴത്തേക്കും ആതിര ഓടി വന്നു. ഇപ്പം എൻ്റെ ഫ്രണ്ടാണെങ്കിൽ എന്നോട് ഷെയർ ചെയ്യുമ്പം ഞാൻ സാരമില്ലടി പോട്ടെ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം കിട്ടും. ആ സമയം ഞാൻ വന്നിട്ട് നിനക്കിപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, നീ ഇതൊക്കെ പഠിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക എന്ന് പറയാം. അപ്പം നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ ഒരാളോട് പറയാൻ ചെല്ലുമ്പോൾ അവർ വിചാരിക്കും ചിലപ്പോൾ നമ്മൾ സഹായം ചോദിക്കാൻ ചെല്ലുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരും. അപ്പോൾ ഞാൻ മെൻ്റലിയും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, ചാച്ചൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഇതിലെല്ലാം നമ്മൾ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ ഉള്ളവർ അവരിപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. അതെനിക്ക് ഭയങ്കര അഭിമാനമാണ്. അവരൊരിക്കലും ഞാൻ വിട്ട് കളയൂല എന്ത് വന്നാലും. ഇപ്പം പറഞ്ഞപ്പോഴാണെങ്കിലും ഇപ്പം ഒരുപാട് വേദന ഉള്ളവർക്ക് മനസ്സറിഞ്ഞ ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം മായാവി ഇപ്പം മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുവാണ് കണ്ടന്റുകളിലൂടെയൊക്കെ. നമ്മളിത് കാണുമ്പം നമുക്കൊരു സങ്കടം ഉണ്ടെങ്കിലും മനസ്സറിഞ്ഞ് ചിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റിന് കിട്ടുന്ന ആ ചെറിയ ഡ്യൂറേഷനിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം മായാവി സംസാരിക്കുമ്പോഴാണെങ്കിലും ഈ ഒരു ചെറിയ പ്രായത്തിൽ മായാവി കടന്നുപോയ കാര്യങ്ങൾ വളരെ വലുതാണ്. കാരണം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് ശാരീരികമായും മാനസികമായും ഇപ്പം സാമ്പത്തികമായും ഒക്കെ ഒരുപാട് ഇങ്ങനെ ഉള്ള ഫ്രസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ അനുഭവിച്ച മായാവി ഈ ഒരു കാര്യമൊക്കെ സംഭവിച്ച സമയത്തും ഏതൊരു കാര്യത്തിൽ ആണ് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും പിന്നീട് ഇതിൽ നിന്നൊക്കെ ഒന്ന് ബ്രേക്കായി തിരിച്ചു വന്നത്? ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചു. ഞാൻ ഹോട്ടൽ ഫീൽഡായിരുന്നു. ഞാൻ സർവീസിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഫുഡ് ആൻഡ് ബീവറേജ് മാനേജറായിരുന്നു. അപ്പോൾ ഈ ടൂറിസം മേഖലയൊക്കെ ഒരുമാതിരി കൊറോണ ടൈമിൽ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഹോട്ടലുകളൊക്കെ അടച്ചു. ആ ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് ഷെഫാണ്. അപ്പോൾ പുള്ളിയും വീട്ടിലുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ ബിസിനസ്സൊക്കെ തുടങ്ങി. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു ഒറ്റ മോനാണ്. ഞാനെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലിപ്പം അമ്മ പുട്ടുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അമ്മ ഒന്ന് കുത്തി തരുമോ എന്ന് ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ പെട്ടെന്നൊരു ഫാമിലി വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര്, ഇപ്പം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സായാലും ഒരുപാട് പേര് പറയുന്ന കാര്യമുണ്ട്, നിനക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് വിട്ട് പൈസ കൊണ്ട് തരില്ലേ, അങ്ങനെയൊക്കെ പറയും. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മറ്റുള്ളവരാരും അറിയില്ല, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കൂടി എനിക്ക് നോക്കിയാൽ അത്രയും സന്തോഷം എന്ന് പറയുന്നത്. ഇനിയിപ്പം എനിക്ക് വലിയ വജ്രമൊന്നും മേടിച്ചു കൊടുക്കണമെന്നില്ല. ഞാൻ ചിലപ്പോൾ ഒരു ചെറിയ ഷർട്ട് മേടിച്ചു കൊടുത്ത് പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്. ആ ചെറിയ സന്തോഷങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും സ്ട്രഗിൾ ഇപ്പോൾ കുറേ പേര് പറയും. ബമ്പർച്ചിരി വന്നു കഴിഞ്ഞപ്പം ഫസ്റ്റ് ടൈമിലൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, പേടിയുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഇത് 4 മിനിറ്റ് കൊണ്ട് 50,000 രൂപ കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ്. നമുക്ക് ഒരു ലോണൊക്കെ എടുത്താൽ നമ്മൾ വർഷങ്ങളെടുക്കും ചിലപ്പോൾ അടച്ചു തരാം. അതെ. അപ്പം അവിടെ ബസർ പോയിന്റിലാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. 5,000, 15,000, 50,000 എന്നാണ്. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു സാധനം പറയുമ്പോഴത്തേക്കും ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്ത് പറഞ്ഞിട്ട്
നോർമൽ എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പം ഞാൻ തിരിഞ്ഞു നോക്കുന്ന വലിയൊരു പ്രതീക്ഷയിലോട്ടാണ്. അത് ചിലപ്പോൾ 5,000 ആയിരിക്കാം, 15,000 ആയിരിക്കാം, 50,000 ആയിരിക്കും. എനിക്കിപ്പോൾ 5,000 കിട്ടിയാലും അതിൽ 50,000 കിട്ടിയൊരു ആ ടൈമിൽ എനിക്ക് ഒരു രൂപയുടെ പോലും വില അറിയാവുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ഫിനാൻഷ്യലി അവിടെ നിന്ന് പിന്നെ എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ഒക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഫിനാൻഷ്യലി കുറച്ച് കടങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി ഇങ്ങനെ പോകുന്നു. പക്ഷേ എപ്പോഴും എനിക്ക് ഇങ്ങനെ സങ്കടം, ആ ഫ്ലോറിൽ പോലും ഞാൻ ഇപ്പം ഈ ഇരുന്ന് പറയുന്നത് പോലെ എൻ്റെ പ്രശ്നങ്ങൾ കുറേ തവണ അവർ ചോദിച്ചിട്ടുണ്ട്. ചേച്ചി നസ്രിക പറയാൻ എപ്പോഴും വന്നിട്ട് മായ്ക്കൊന്നും പറയാൻ പറ്റില്ല, അല്ലെ എന്തു പറ്റി സങ്കടമാണെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ ഒരാളുടെ അടുത്ത് അങ്ങനെ എനിക്ക് ചിരിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളൂ. എൻ്റെ കാര്യം കേട്ട് വേറെ ആൾ കരയുന്ന എനിക്ക് താല്പര്യമില്ല. ചിലപ്പം അവർ ആ ഒരു സെക്കൻഡ് കരയും, സഹതാപം എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും, എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു, എൻ്റെ ഇത്രയൊരു ഇതിൽ എനിക്ക് തോന്നുന്നു നമുക്ക് എപ്പോഴും വേണ്ടത് പണമാണ്. പണം എന്ന് പറയുന്നത് മെയിനായിട്ടൊരു കാര്യമാണ്. വേറെ എല്ലാത്തിനും ഫേക്കായിട്ട് നമുക്ക് പറ്റും. എനിക്കിപ്പോൾ നിങ്ങളുടെ മുന്നിലിരുന്നിട്ട് ഞാനൊരു തമാശ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വന്നില്ലെങ്കിലും ചിരിക്കുന്നതായിട്ട് ആക്ട് ചെയ്യാം. ചിലപ്പോൾ ഞാനൊരു സങ്കടം വന്നാൽ നിങ്ങൾക്ക് കരച്ചിൽ വന്നില്ലെങ്കിലും നിങ്ങൾ കരയുന്നതായിട്ട് ആക്ട് ചെയ്യാം. അതിനൊക്കെ നമുക്ക് ഡ്യൂപ്പിടാൻ പറ്റും. പക്ഷേ നമ്മൾ പണം കൊടുക്കേണ്ട ഒരു ബാങ്കിൽ പോയി കരഞ്ഞാലോ ചിരിച്ചാലോ കാര്യമില്ല. അതിന് നമ്മൾ പണം തന്നെ കൊടുക്കണം മാത്രം. അത് നോക്കിയിട്ടാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം കേട്ടോ. അല്ല, ഇപ്പം പറഞ്ഞപ്പോഴാണ് ജീവിതത്തെ സന്തോഷമാക്കാൻ പണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പം കുട്ടിക്കാലം തൊട്ട് തന്നെ, അതായത് മായയുടെ കൂടെ വന്നൊരു ഇനിഷ്യൽ വി, അപ്പം അമ്മയാണ്, വാസന്തി എന്ന അമ്മയാണ് കൂടെ ചേർന്നതെന്ന് പറഞ്ഞു. അപ്പം ഏതൊരു മൊമെന്റിലാണ് അമ്മേനെ, സാധാരണ നോർമലി നമ്മൾ പേരിടുമ്പോഴൊക്കെ ആണെങ്കിലും അച്ഛൻ്റെ പേര് അങ്ങനെയാണ് നമ്മുടെ പേരിനൊപ്പം വരുന്നത്. അപ്പം ഏതൊരു മൊമെന്റിലായിരിക്കും അമ്മേനെ പേരിനൊപ്പം ചേർത്തത്, അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ അങ്ങനെ തന്നെ ആയിരുന്നു? കുട്ടിക്കാലത്തെ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഒരിക്കൽ എനിക്ക് പാസ്പോർട്ടിൻ്റെ ആവശ്യം വന്നപ്പോൾ അന്ന് എന്നിപ്പോൾ വേണമെങ്കിൽ എനിക്ക് പേര് തിരുത്താം എന്ന്, വേണമെങ്കിൽ എനിക്കത് തിരുത്താം പേര്, വേണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് കൂടെ ചേർക്കാം. ഞാൻ പ്രണയിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞൊരു കാര്യമുള്ളൂ, ഞാൻ എൻ്റെ പേര് തിരുത്തൂല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് കുറച്ചൊരു 10ാം ക്ലാസ്സിലൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് 10 +1 +2 ഒക്കെ ആയപ്പോൾ തന്നെ എനിക്ക് തോന്നി അമ്മയുടെ പേരെൻ്റെ കൂടെ, എൻ്റെ പേരിൻ്റെ കൂടെ ഉള്ളതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. ഇപ്പം എനിക്ക് അതിന് തന്നെയാണ് എൻ്റെ ഒപ്പം എന്നൊക്കെ. അതെ അതെ. ഇപ്പം പ്രണയിച്ച് നടക്കുന്ന ഒരു മായാവിനെ പറ്റി ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പം മൊത്തം കോമഡി എപ്പോഴും ഇങ്ങനെ ചേട്ടനെ ചിരിപ്പിക്കുകയൊക്കെ ആയിരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ റൊമാൻസ്? എങ്ങനെയായിരുന്നു? അങ്ങനെ ചിരിപ്പിക്കുക പരിപാടിയൊന്നും എപ്പോഴും അങ്ങനെ അല്ല നമ്മളെ. അതിങ്ങനെ കുറച്ച് ആളുകൾ പറയും എപ്പോഴും നമ്മളിങ്ങനെ ചിരിപ്പിച്ചുകൊണ്ട് നടക്കും. അങ്ങനെയില്ല. ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിൽ ചോദിക്കാം. ആദ്യം കുറച്ച് പ്രണയിച്ചിട്ടാട്ടോ വീട്ടിൽ, അല്ലാതെ മാന്യമായിട്ട് ഞാൻ വീട്ടിൽ ചോദിക്കുന്നൊന്നും ഞാൻ പറഞ്ഞില്ല. മരഞ്ചുറ്റി പ്രണയമൊക്കെയായിരുന്നു? മരഞ്ചുറ്റി പ്രണയമൊന്നുമില്ല. എൻ്റെ ഓപ്പോസിറ്റ്, എൻ്റെ ക്യാരക്ടറിൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ ഹസ്ബൻഡ്. പുള്ളി ഭയങ്കര സൈലൻ്റാ. പുള്ളിക്ക് പാർട്ടി പ്രവർത്തനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതെ, എൻ്റെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ പുള്ളിക്ക് അറിയില്ല. പുള്ളിയെടുത്ത് ഇപ്പം അവിടെ കൊടിയേറി തന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ പാർട്ടി സമ്മേളനം അതൊക്കെ കറക്റ്റായിട്ട് പറയും. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വഴക്കിടല്ല, ചുമ്മാ ഒരു രസം. അപ്പം അങ്ങനെയുള്ളൊരു ആളാണ്. പ്രണയം ഭയങ്കരമായിട്ട് പ്രണയം ഉള്ളിലുണ്ട് രണ്ടുപേരുടെ. അത് പുള്ളിയെ കണ്ടാൽ ഒരാൾ സീരിയസ് ആയിട്ട് പ്രണയിക്കുന്നു, ഒരാളെ ഉള്ളിലുണ്ട്. അല്ല, ഹസ്ബൻഡിന് ഇങ്ങനെ പ്രകടിപ്പിക്കാൻ ആകാത്ത വിധം പ്രകടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരു ആളാണ് എൻ്റെ ഹസ്ബൻഡ്. എക്സ്പ്രസീവ് അല്ല എൻ്റെ ഹസ്ബൻഡ് ഒട്ടും. ഞാൻ എപ്പോഴും ഈ ടി വിയിലൊക്കെ പോകുമ്പോൾ പറഞ്ഞാൽ അൺറൊമാൻറ്റിക് പേഴ്സണാണ് ഹസ്ബൻഡ്. അങ്ങനെ പറയുന്നത് ഒരു കുറച്ച് റൊമാൻറ്റിക് ആണ് എങ്കിലും കുറച്ച് എൻ്റെ ഒരു ഓപ്പോസിറ്റാണ്, സൈലൻ്റ്. അപ്പം ഞാൻ ചോദിക്കും എന്താണ് സിജി എന്നാ പേര്. അപ്പം ഞാൻ പറയാം എന്താ സിച്ചേട്ട സംസാരിക്കത്തേന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും നമ്മൾ രണ്ട് സംസാരിച്ച് ആരാ കേൾക്കുന്നത്, നീ സംസാരിച്ച് കേൾക്കാൻ ആൾ വേണ്ടേന്ന് പറയും. നിന്നെ കേൾക്കാനാണ് ഞാൻ. അതെ അതെ. അപ്പം ഇല്ലേ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേന് ക്രിഞ്ചാണെങ്കിലും ഈ ഹസ്ബൻഡുമായിട്ട് ഇങ്ങനെ കയ്യിൽ ചേർന്ന് നിൽക്കുക, അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ക്രിഞ്ചാണെങ്കിലും ഇപ്പോഴും അതൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരാൾ സീരിയസ് ആയിട്ടും അങ്ങനെയൊക്കെയാണോ? എങ്ങനെയാണ് മായാവി? ഫംഗ്ഷനൊക്കെ ചെന്ന് കഴിയുമ്പോൾ പുള്ളി കണ്ടുപിടിക്കാനാണ് പാട്. എവിടെയെങ്കിലുമൊക്കെ ഇപ്പം ഞങ്ങളിവിടെ പള്ളിപ്പെരുന്നാൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ പോകുമ്പോൾ പുള്ളി ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങനെ കറങ്ങി, ഞാനും ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയിരിക്കും. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പം ഒരു ടൂർ പോയാലും അല്ല വേറെ എവിടെ എൻജോയ് ചെയ്യുന്ന ഭയങ്കര എൻജോയ്മെൻറ്റാണ്. അപ്പം ഞാൻ ഭയങ്കര പാട്ടൊക്കെ ഇട്ട് തുള്ളുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗാനമേളക്കൊക്കെ പോയാൽ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയാൻ തുള്ളിക്കോളെ. ഞങ്ങളുടെ പരിപാടിയൊക്കെ വെക്കുമ്പോഴത്തേക്കും കളിച്ചോ, അങ്ങനെ ഒരു മൈൻഡാണ് എല്ലാം. ഫ്രീഡം അൾട്ടിമേറ്റ് ഫ്രീഡം. അതെ അതെ, അത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഇവിടെ ഇതിന് പ്രോഗ്രാമിന് വന്നിട്ട് കുറച്ചിട്ട് വിളിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ എവിടെ നിന്ന് അന്വേഷിച്ചുകൂടെ ചോദിക്കും. അപ്പം അവിടെ പോയാൽ എനിക്ക് അറിയാമല്ലോ അങ്ങനെ പറയും.
അപ്പം ഞാൻ പറയും അധികമായി കുറച്ചൊക്കെ പൊസസീവ് ആവാം കേട്ടോ എന്നൊക്കെ പറയുന്നത്. അതെനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് കുറച്ചൊക്കെ ഇഷ്ടമാണ്, അധികം ആകുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്, എന്നെ കുറച്ച് ചിലർക്ക് അത് ഇഷ്ടമല്ല. ഞാൻ ബുദ്ധിമുട്ടാ ശരിയായിട്ട് റെഡിയായിട്ട് പക്ഷേ എന്നെ കുറച്ച് കെയർ ചെയ്യുന്നൊക്കെ ഇഷ്ടമാണ്, ഇടയ്ക്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് കെയർ ചെയ്യുക എന്നൊക്കെയുള്ള രീതി. അപ്പൊ ഒരുപാട് കഥകൾ പറയുന്ന ആളാണ്. അപ്പൊ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കഥ കേൾക്കാതെ പോകാൻ പറ്റില്ല, കാരണം 4 മിനിറ്റിൽ ചിരിപ്പിക്കുന്നതാണ്. അപ്പം ജസ്റ്റ് ലൈവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്. ലൈവ് ഞാൻ പറയുന്നതൊക്കെ കാര്യമാണ്, ഞാൻ എപ്പോഴും അങ്ങനെ പറയുന്നതല്ല. ഞാൻ പൊതുവെ കഴിഞ്ഞ വന്നപ്പോൾ ഞാൻ കുറേ പേര് എന്നോട് ഒന്ന് പറഞ്ഞ കാര്യമാണ്, പുരുഷന്മാരുടെ കാര്യത്തെ പറ്റി പറഞ്ഞു, പുരുഷന്മാരുടെ ഫ്രീഡത്തെ പറ്റിയുമായി സംസാരിച്ചു. അതിൽ കോമഡിയാണ് എങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങളും ഞാൻ ചില സമയത്ത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ ഹസ്ബൻഡിനോടോ ചില ചേച്ചിമാരൊക്കെ ഹസ്ബൻഡിനോടൊക്കെ പറയും, നിങ്ങൾ ഒറ്റയൊരുത്തിന് ഇതിനെല്ലാം കാരണം എന്ന് പറയും. അപ്പം ഞാനതെനിക്ക് ആ ഒരു ചെറിയ കാര്യത്തിന് ഇവർ പണ്ട് 10 തോറ്റത് മുതൽ ജോലി കിട്ടാത്തത് മുതൽ ഏതോ ഒരുത്തൻ തേച്ചത് മുതൽ ഇപ്പം ഈ കണ്ടിരിക്കുന്ന ആളെ കെട്ടി അവരെ കൊച്ചുങ്ങളെ ഈ പുള്ളിക്കാരുടെ ബുദ്ധിയായിരിക്കും കൊച്ചുങ്ങൾ കിട്ടിയത്. അതും 10ാം ക്ലാസ്സിൽ തോറ്റൊക്കെ ഇരിക്കുന്ന ആൾ പെട്ടെന്ന് ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനോട് പറയുകയാണ് നിങ്ങളാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുമ്പോൾ ഞാൻ ഇത് എന്ത് എപ്പോഴാ അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്ന കാര്യം. എല്ലാത്തിനും കാരണം ഇയാളാണോ? പണ്ടൊക്കെ പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരാളെ അയാൾ സെലക്ട് ചെയ്ത് കൂടെ കൊണ്ടുവച്ചിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് അങ്ങനെ അത് കോമഡി ആയിട്ടുള്ള കാര്യം കേട്ടോ. ചില ആളുകൾ പറയുന്ന സംഭവങ്ങൾ ആൾക്കാരൊക്കെ പറയുന്നത്. പിന്നെ എന്താണ് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എന്നെ മാത്രമേ സ്നേഹിക്കാവൂ. കല്യാണത്തിന് മുമ്പ് നമ്മൾ ഫോണിൽ കൂടെ പറയും നീ മാത്രമേ ഉള്ളൂ എന്ന് പറയും. അത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ചെന്ന് കയറി കഴിയുമ്പോഴത്തേക്ക് ആദ്യമേ തന്നെ പറയും നമുക്ക് വീടെടുത്ത് മാറാം, അമ്മ അച്ഛനെ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ വരാൻ തുടങ്ങും, അമ്മയെ കൂടെ സ്നേഹിക്കാൻ പറ്റൂല. അപ്പം നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അന്ന് മറ്റേ ഭയങ്കര ക്രിഞ്ചായിട്ടിരിക്കുന്ന സമയത്ത് നീയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുണ്ട്. ആ സമയത്ത് ഇത് എപ്പോഴും എനിക്ക് പറയാൻ തോന്നിയെന്നൊക്കെ തോന്നും. ഇപ്പോഴത്തെ ആമ്പിള്ളേർ ഇപ്പോൾ ഓക്കെ ഈ ഭയങ്കര സോഫ്റ്റായിട്ട് പറഞ്ഞിട്ടേ ഇത് റിയൽ ലൈഫിലോട്ട് കയറി കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ വരെ ഷെയർ ചെയ്ത് നീ തലവേദന ആകുമ്പോൾ അങ്ങനെ പറഞ്ഞില്ല, നീ എന്നെ ആശുപത്രി കൊണ്ടുപോയില്ലേ, അങ്ങനെയൊക്കെ. ഇപ്പം പ്രണയിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ചെറിയൊരു പ്രശ്നം വന്ന് ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. കല്യാണം കഴിഞ്ഞ് ഇവർക്കറിയാം ഓൾറെഡി ഇവളെ കല്യാണം കഴിച്ച് ഇവളെൻ്റെ വീട്ടിലുണ്ട്, ഇവൾ എൻ്റെ ആയി എന്നൊക്കെ അറിയാം. അപ്പോൾ ഇവൾ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ ആൺകുട്ടികൾ. അപ്പോൾ അവർ EMI അടയ്ക്കണം, അതടയ്ക്കണം. ആ സമയത്തായിരിക്കും പുള്ളിക്കാരി തീയലും കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തലവേദന രാവിലെ കണ്ടിട്ടല്ലേ പോയത്, നീ എന്താ വിളിക്കാന്ന്? ആ പുള്ളിക്കാരൻ ഞാൻ അറിഞ്ഞല്ലോ, അപ്പം നിനക്ക് പഴയ കണക്കല്ല, നിനക്ക് സ്നേഹം കുറഞ്ഞെന്ന് പറയും. ഇല്ലടി ഇപ്പോഴാണ് സ്നേഹം എന്ന് പറയാം. അപ്പം പറയും അപ്പം പണ്ട് നിനക്ക് സത്യമല്ലായിരുന്നല്ലേ. ഇങ്ങനെ കുട്ടികളെ മനസ്സിലാക്കൂല, ചിലർ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കൂല. എന്തുകൊണ്ടാണ് ഈ ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന്, അതായത് ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പം പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നായിരിക്കും ചിന്തിക്കാറ്. ഇപ്പം ഞാനൊക്കെയാണ് ഒരു കാര്യമാണെങ്കിൽ അത് ശരിയല്ല, അവർ ചെയ്തതല്ലേ തെറ്റെല്ലാം, അവരിലേക്കൊരു തെറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മളെ എപ്പോഴും സേഫ് ആക്കും അല്ലെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞ ഗ്യാങ്ങിനെ. അപ്പം മായാവി പറയുന്ന കഥകളിലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ആലോചിക്കുമ്പോൾ ശരിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പം അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചിന്തിക്കാനൊരു ആള്. അപ്പം എങ്ങനെയാണ് ആ ഒരു അല്ല, ഞാൻ പെൺകുട്ടികളെ മൊത്തത്തിൽ അങ്ങനെ പറയണല്ല, പെൺകുട്ടികളെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആൺകുട്ടികൾ ഞാൻ കൂടുതലും എനിക്ക് തോന്നുന്നു കുടുംബത്തിലെ കുറച്ച് പെൺകുട്ടികളും കുറച്ച് ഭാരങ്ങൾ എടുത്ത് വെക്കുന്ന ആളുകളുണ്ട്. എങ്കിലും ആൺകുട്ടികൾ കുറെ കൂടി അവർക്ക് ഈ ഒന്നാമത്തെ കാര്യം നിയമങ്ങൾ കൂടുതലും പെൺകുട്ടികൾക്ക്. ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ നിന്നാൽ തന്നെ ഒരുത്തൻ എന്നെ നോക്കി ശൂളം അടിച്ച് അല്ലെങ്കിൽ ഒരാൾ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വെറുതെ എങ്കിലും അയാൾ എന്നെ നോക്കിയില്ലെങ്കിൽ എന്താണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ശബ്ദം ഉയർത്താൻ തോന്നുന്നത് ആ നിൽക്കുന്നവരെല്ലാം എൻ്റെ വാക്കിട്ടുകൊണ്ട് ഇവനെ അടിക്കുന്നൊരു ഉറപ്പ് എനിക്ക് ഉള്ളതുകൊണ്ടാണ്, എൻ്റെ ഭാഗത്ത് നിയമം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവർ ഒച്ചെടുക്കത്തില്ല. ഇപ്പോൾ ഒരു ചെക്കൻ തന്നെ എന്താടിന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിലും ഒച്ചയിൽ പെണ്ണ് ചോദിക്കും. ഈ ബസ്സിലൊക്കെ ആണെങ്കിലും അറിയാതെ എല്ലാവരും ഇല്ല കേട്ടോ, ചില ആളുകൾ അങ്ങനെ അറിയാതെ തട്ടിയാൽ തന്നെ ചേച്ചിമാരും ബസ്സാണ് ചിലപ്പം എല്ലാവരും ഇത് വേറെ രീതി കമൻറ്റ് തെറിയരുത്. ഇത് നോർമലി ചില അപ്പച്ചന്മാരൊക്കെ ആണെങ്കിലും എന്താണോ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചു കളയും ഒരു കാര്യമില്ലാതെ. അപ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും അത് എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കുടെ ഭാഗത്ത് നമ്മളെല്ലായിടത്തും പറയുമ്പോൾ ഈ ഗാർഹിക പീഡനം സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. ഗാർഹിക പീഡനം ശരിക്കും ഇത് കുറേ പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ട് വീട്ടിൽ, പറയാൻ പറ്റാത്ത രീതി തരത്തിലൊക്കെ. രാവിലെ പോകുമ്പോൾ മുഖം വീർപ്പിച്ച് കണ്ടിട്ടായിരിക്കും പോകുന്നത്, വൈകിട്ട് വരുമ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. ചിലർ പറയും ആൺകുട്ടികളെ സേഫാക്കി നോക്കേണ്ടവരെ കൊണ്ടുവന്ന പെൺകുട്ടികളാണ്, എന്നിട്ട് സേഫ് ആകാത്തവരാണെങ്കിൽ അവർ വഴിക്ക് വിടുക, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ആൺപിള്ളേർ സ്ട്രഗിൾ ഞാൻ ശ്രദ്ധിക്കും. ചിലപ്പോൾ അച്ഛനാണോ ആങ്ങളാണോ എൻ്റെ ഹസ്ബൻഡാണോ അത് ആരെന്നാണോന്നും എനിക്കറിയത്തില്ല, ഇപ്പോൾ കൂട്ടുകാരിൽ നിന്നൊക്കെ കിട്ടിയതായിരിക്കാം. ആൺപിള്ളേർ അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എത്ര നേരം വരെ എടുക്കും ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാനും? കണ്ടന്റ് ഞാൻ ചില കാര്യങ്ങളിങ്ങനെ നമ്മൾ കണ്ടന്റ് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചെടുക്കണം. അപ്പം ഏതൊക്കെ വഴി കൂടെ കൊട്ട് കിട്ടുമെന്ന് അറിയാൻ പാടില്ല. ഇപ്പം നമ്മളൊരു രാഷ്ട്രീയം എന്നൊക്കെ ഉള്ളൊരു ചില കണ്ടന്റുകൾ എടുക്കുമ്പോൾ നമ്മളിതിൽ ഏതെങ്കിലും ഒന്ന് പറയുമ്പോൾ ഒരാൾക്ക്
ദഹിക്കൂല, ഒരാൾക്ക് ദഹിക്കും, അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ കണ്ടന്റ് എടുക്കുമ്പം പൊതുവേ കുറേ ആളുകൾ വന്ന് അതിൽ തെറി കമൻറ്റ് വരുന്നവരും കാണും കേട്ടോ. അപ്പം കണ്ടന്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കും അതിൻ്റെ വർക്ക് ചെയ്യാൻ. ഇപ്പം മനോരമ ചെല്ലുവാണെങ്കിൽ നമുക്കൊരു 4 ദിവസം നമ്മൾ ഗ്രൂമിങ് ആയിട്ട് അവിടെ നടപ്പുണ്ട് പഠിക്കാനായിട്ട്. പിന്നെ നമ്മൾ നടന്ന് അതിനെപ്പറ്റി ചിന്തിച്ച് ഞാനങ്ങനെ ഒറ്റയ്ക്കൊരു കണ്ടന്റ് എടുത്ത് അങ്ങനെ ചെയ്യില്ല. ചിലപ്പോൾ ഞാൻ അതിൻ്റെ ഇത് എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കും. ഞാൻ വിദ്യ ചേച്ചി, നമ്മുടെ സ്റ്റാൻഡപ്പിലുള്ള വിദ്യ ചേച്ചി അല്ലെ ആൻസി, അങ്ങനെ ജോ മഹാദേവ്, ഇവരൊക്കെ ജസ്റ്റ് വിളിച്ച് ഞാനിങ്ങനെ പറയും. അങ്ങനെ നമ്മൾ അങ്ങോട്ടൊക്കെ ചോദിക്കും. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ എടുക്കും. എന്നിട്ട് ഇത് കോമഡിയാക്കി എടുക്കുമ്പോഴാണ് അത് നോർമലി എനിക്ക് തോന്നുന്നു, നോർമലി നമ്മൾ കുറേ വലിയതായിട്ടൊരു സാധാരണക്കാരുടെ കുറേ സംസാരങ്ങൾ എടുക്കും. കാരണം ഈ ടെലിവിഷൻ കാണാനിരിക്കുന്ന കുറേ ചേച്ചിമാരും അമ്മമാരും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ ചില അപ്ഡേഷൻസ് ഒന്നും അവർക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറച്ച് അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിലോട്ടാക്കി വാക്കുകളെയൊക്കെ മാറ്റി അവരെ. അതുപോലെ തന്നെ ഇപ്പം 4 മിനിറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എവിടെയെങ്കിലും ഒന്ന് പണി പാളിക്കഴിഞ്ഞാൽ ഫുള്ള് ഫ്ലോപ്പാണ്. കാരണം ഒരു എക്സ്പ്രഷനിലും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര കോൺഫിഡൻസോടെയാണ് പറയേണ്ടത്. അപ്പം ഏതെങ്കിലും സ്റ്റേജിൽ ഇങ്ങനെ പണി പാളിയിട്ടുണ്ടോ? ഇടയ്ക്ക് നിർത്തിയിട്ടുണ്ട്. ചിലപ്പം നമ്മളൊരു വാക്ക് അങ്ങോട്ട് പോയി എന്നായിരിക്കും. അപ്പം ആ പോയി എന്നുള്ളതിൻ്റെ ഒരു വാക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് ചെന്ന് കയറി ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും. കാരണം എനിക്ക് അതവിടെ നിർത്തണം, എന്തെങ്കിലും പ്ലേസ് ചെയ്യണം. അപ്പം നമുക്ക് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു, ഒരു വാക്കിന് കുറേ നമുക്ക് അതേ മറ്റേ ഹോള്, വങ്ക്, സുഷിര, ഊട്ടാന്നൊക്കെ പറയണ പോലെ ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ കുറേ നമുക്ക് ആ വാക്കുകൾ കിട്ടും. അപ്പം അത് കാരണം കൊണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ടെൻഷൻ രമേശ് പിഷാരടി, രമേശേട്ടൻ്റെ ഒരു ഫാനാണ് ഞാൻ. പുള്ളിക്കാരൻ്റെ സ്റ്റാൻഡപ്പൊക്കെ എപ്പോഴും കാണുന്ന. അപ്പം ചെറിയ മറ്റേ മഞ്ജു ചേച്ചി, നസീർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ ശ്രദ്ധിച്ച് ചിരിച്ചിങ്ങനെ ഇരിക്കും. അപ്പം രമേശേട്ടൻ അതിലൊരു ചെറിയ പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി വല്ലതും ചോദിക്കുമോ, അത് അങ്ങനെ ടെൻഷൻ എനിക്ക് പ്രിൻസിപ്പലിന്റെ മുന്നിൽ നിൽക്കുന്ന പോലെ. രമേശേന്റെ അടുത്ത് നിന്ന് 15,000 കിട്ടുകയെന്ന് പറഞ്ഞാലും ബമ്പർ അടിച്ച പോലെ തോന്നും. അതെ, അത്ര ഹാപ്പിയാ. രമേശ് ചേട്ടന് ഭയങ്കര ഫാനാന്ന് പറഞ്ഞു. കാരണം രമേശ് ചേട്ടനാണെങ്കിൽ കോമഡി പറയുന്നത് ചിലപ്പോഴൊക്കെ ഇരുന്നിട്ട് ആ ഒരു മൊമെന്റിലൊക്കെ കഥകളൊക്കെ ഉണ്ടാക്കി പറയുന്നതൊക്കെ. അപ്പോൾ രമേശ് ചേട്ടൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്യുന്നു, ഒരു ഫാൻ കൂടിയാണ്. അപ്പം ഫസ്റ്റ് ചെയ്ത സമയത്ത് ഇപ്പം രമേശ് ചേട്ടൻ ആ ഒരു മൊമെന്റ് ഫസ്റ്റ് ഇങ്ങനെ, അതായത് ഫാനിന്റെ അടുത്ത് ചെയ്യണം, ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പം മുതലാണ്, ആ എപ്പിസോഡ് മുതൽ രമേശ് ചേട്ടൻ വരാൻ തുടങ്ങി. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇന്ന് രമേശ് ചേട്ടനാട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചങ്കെടുപ്പ് തുടങ്ങി. പ്രത്യേകിച്ച് നമ്മളവിടെ കയറുമ്പോൾ ഒരു ചങ്കെടുപ്പ്, ഒരു 10-60 ബൾബും ഈ ക്യാമറ എല്ലാം കൂടി നിന്നിട്ടൊരു വല്ലാത്ത ഫീലാണ്. അപ്പം ഞാൻ ചെന്ന് നിന്നിട്ട് നോർമൽ പറഞ്ഞു, ഞാനിങ്ങനെ ചിരിച്ചോണ്ട് പറയാറില്ല സ്റ്റാൻഡപ്പ്, ഞാനൊരു രീതിക്ക് പറഞ്ഞ് അങ്ങ് പോകുന്നത്. അപ്പം നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ തന്നിട്ടുണ്ട്, ആ ഒരു പോയിന്റിൽ നിന്നേ പറയുള്ളൂ. അപ്പം നമുക്കൊന്ന് അവിടെ ക്യാമറ നോക്കാം, ഇവിടെ നോക്കാം, അങ്ങനെയൊക്കെ നോക്കാം. ചിലപ്പോൾ ഗസ്റ്റ് കാണാം അവിടെ. അപ്പം ഞാനിത് ഞാനിങ്ങനെ മഞ്ജു ചേച്ചിയെ നോക്കി പറഞ്ഞു, ലേഡീസിനെ പറ്റിയിട്ട് നമ്മൾ പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മഞ്ജു ചേച്ചിയെ നോക്കിയിട്ട് ഞാൻ പറയും, മഞ്ജു ചേച്ചിന് പേരെടുത്ത് വിളിക്കും. എന്നിട്ട് ഞാൻ പിന്നെ നസീർക്കയിലോട്ട് പോകും. ഇവർ രണ്ടുപേരും ചിരിച്ച് കഴിയുമ്പോൾ പിന്നെ ഞാൻ എല്ലാം രമേശ് ചേട്ടാ അത് കേട്ടോ, ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ മഞ്ജു ചേച്ചി പറഞ്ഞു, ഇത് ഇവള് തുടക്കം മുതൽ ഒടുക്കം വരെ രമേശ് ചേട്ടാ ഇത് കേട്ടോ രമേശ് ചേട്ടാ, അങ്ങനെയല്ലേ രമേശ് ചേട്ടാ ഇങ്ങനെ. അപ്പം നമ്മൾ ഒരാളെ ഇങ്ങനെ വിളിച്ച് കേൾപ്പിക്കുമോ കോമഡി, അല്ല ചിരിക്കുമോ അവസാനം ചിരിച്ചു. എനിക്ക് ഫസ്റ്റ് ബമ്പറായിരുന്നു പുള്ളി ഇരിക്കുന്ന എപ്പിസോഡിൽ. അപ്പം ഞാനത് അവിടെ തന്നെ രമേശ് ചേട്ടനോട് പറഞ്ഞു, രമേശ് ചേട്ടാ ഞാൻ അറബിക്കടലിലെ നടുക്കൊരു അക്കോറി ഇരിക്കുന്ന പോലെ എൻ്റെ അവസ്ഥ. എനിക്ക് അത്രയും കോമഡിയൊക്കെ പറയുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഫ്ലോറിലൊക്കെ പോകുമ്പോൾ ടെൻഷൻ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഉണ്ടാവും ഇന്ന് കുറച്ചെന്നൊക്കെ. അതുപോലെ തന്നെയല്ലേ ഇപ്പം സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് വഴിതെറ്റി വന്നെന്ന് പറഞ്ഞു. കോമഡി പിന്നെ അതൊരു പ്രൊഫഷനായി, ഇപ്പോൾ അതൊരു പാഷനായി, പിന്നെ ഒരു പ്രൊഫഷനായി, അത് സെറ്റായി. ഇതല്ലാതെ മായാവി വേറെ ഏതെങ്കിലും കലാപരമായി ഏതെങ്കിലും പാട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും? ചെറുതായിട്ടൊക്കെ ഡാൻസ് കളിക്കും. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിമേര് സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ജയറാം മാഷിൻ്റെ അടുത്ത് കുറച്ച് നാൾ പഠിച്ചു. പിന്നെ ഞാൻ എഴുതുമായിരുന്നു, എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കോമഡികൾ, എനിക്ക് കൂടുതൽ വിരഹ എഴുത്തുകളൊക്കെ ഭയങ്കര എഴുതും ഞാൻ ഭയങ്കരമായിട്ട്. എനിക്കിങ്ങനെ എന്തെങ്കിലും ഹൈലി റൊമാൻറ്റിക് ആയാലും വിരഹമല്ല, നമുക്ക് ചില കാര്യങ്ങളുണ്ട്. നമുക്കിപ്പം നമ്മൾ ചില കോട്ട്സൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോൾ ആളുകൾ ചോദിക്കും എന്ത് പറ്റിയെന്ന്. നമുക്കത് ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ പോകുന്നതല്ലായിരിക്കും, നമ്മൾ ചുമ്മാ ഇടുമ്പോൾ ആളുകൾ എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഇപ്പം ഞാൻ ഫേസ്ബുക്കിൽ ഞാനൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഇപ്പം വെറുതെ ഇടും. ചിലപ്പോൾ ഞാനതിൽ ഇച്ചിരി ചിരി കുറവാണ് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കാത്ത ചില മുഖങ്ങൾ തിരിച്ചറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിടും. അപ്പോൾ കുറേ പേര് ഇൻബോക്സിലൊക്കെ വന്നിട്ട് ചോദിക്കും, ഫ്രണ്ട്സൊക്കെ, ഇവിടെ എന്ത് പറ്റി? അപ്പോൾ ഞാൻ പറയും
ഞാൻ എഴുതുമ്പോഴേ ഉള്ളത് കമലാസുരയൊക്കെ എഴുതുമ്പോൾ ഇവരിങ്ങനെ ചോദിക്കും അങ്ങനെ പ്രശ്നം എനിക്ക് എഴുതാൻ പാടില്ല ഇങ്ങനെ ആ സമയത്ത് ഞാൻ കേരള കൗമുദി മാസികയിലൊക്കെ ഞാൻ ചെറുകഥയൊക്കെ എഴുതി അയച്ച് ഫോട്ടോ അങ്ങനെ അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ചെറുകഥ ഫോട്ടോ മായാവസന്തി എന്നായിരുന്നു. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ മായാവസന്തി എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് എനിക്ക് ഇഷ്ടമായിരുന്നു. എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ എഴുത്തുകാരി കൂടിയാണ്. മായവിയുടെ ഒരു ബുക്കൊക്കെ ഉടനെ തന്നെ ഭയങ്കര ആഗ്രഹം ഉടനെ തന്നെ ഇറങ്ങണം. ഏതായിരിക്കും മായവി ഒരു ബുക്കൊക്കെ എഴുതുവാണെങ്കിൽ പേരൊക്കെ കൊടുക്കാൻ പോകുന്നത്? ഞാൻ പേര് കൊടുക്കുന്നതായിരിക്കും. ഞാനിനി അസ്തമിക്കാത്ത പകലുകൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും അവസാനിക്കരുത്, എനിക്കിങ്ങനെ ഉദിച്ചു നിൽക്കണം. കൊള്ളാം. അങ്ങനെയുള്ള എന്തെങ്കിലും അങ്ങനെ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞ ഞാൻ എപ്പോഴും ഇങ്ങനെ ബുക്കൊക്കെ എഴുതണം ഒരു മൂഡില ഇങ്ങനെ. ഞാൻ ആ ഒരു മൂഡിലേക്കൊക്കെയാണ് ഇപ്പം വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പോഴാണ് കാണുമ്പോഴൊക്കെ ഇപ്പം ഇങ്ങനെ കുറച്ച് ഷെഡ്യൂളുകളിലൊക്കെ ഇങ്ങനെ പോകുന്ന ഓരോരോ തിരക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ ഇങ്ങനെ കാണും. മായവി കഥയും കവിതയൊക്കെ എഴുതി എന്റെ ചേട്ടന് വായിക്കാൻ കൊടുക്കാറുണ്ടോ? ചേട്ടന്റെ ഒപ്പീനിയൻ ചോദിക്കാറുണ്ടോ? എന്റെ വിരഹം എങ്ങനെയുണ്ടെന്നൊക്കെ? ചേട്ടനാണ് കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ ഈ പുരുഷന്മാരുടെ കണ്ടന്റ് ഞാൻ എടുത്തു തന്നെ എനിക്ക് ആ കണ്ടന്റ് തന്നെ എൻ്റെ ഹസ്ബൻഡാ. ഞാൻ എപ്പോഴും പറയാം എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പം ലേഡീസ് പൊതുവെ പറയുന്നൊരു കാര്യമാണ്, ചാടി കയറി 4 അടിയൊക്കെ അടിച്ചിട്ട് പറയാം എനിക്ക് മൂഡ് സ്വിങ്സ് അതുകൊണ്ടല്ലേ എന്ന് പറയാം. അപ്പോൾ ഇത് ആൺകുട്ടികൾക്ക് ഈ സംഭവം ഇല്ലേ? അവർ ദേഷ്യപ്പെടുവാണെങ്കിൽ നമ്മൾ ചോദിക്കും നോർമലി അങ്ങനെയാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് എന്തോ കാര്യം പറഞ്ഞപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ഇന്നിപ്പോൾ ഞാൻ മനസ്സിച്ചേട്ടൻ എന്ത് പറ്റി, ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, എന്താ എന്നോട് മിണ്ടാത്ത എന്ത് പറ്റി എന്തെങ്കിലും ഉണ്ട് പറ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കൊരു ഫ്രീഡം ഇല്ലേ ഇവിടെ, എനിക്കും ഇവിടെ മൂഡ് സ്വിങ്സ് ഇല്ലേ എന്ന് വെച്ചപ്പോൾ അന്ന് ഞാനായിരുന്നു ആലോചിച്ചു ശരി ആമ്പിള്ളേർക്ക് മൂഡ് സ്വിങ്സ് ഇല്ലേ, നമ്മളെന്ത് ചെറിയ കാര്യങ്ങൾക്കും ദേഷ്യപ്പെടും കരയും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് പൊതുവെ ആമ്പിള്ളേർ അതെല്ലാം സഹിച്ച് നിൽക്കുക, ഇഷ്ടം കൊണ്ട് നിൽക്കുന്നതല്ല, മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ അതിൽ നിന്നാണ് ഞാൻ പുരുഷന്മാരുടെ കണ്ടന്റ്. ശരി, അവർക്കും ഉണ്ട് അവർക്കും ഉണ്ട് മൂഡ് സ്വിങ്സ്, അവർക്കും ഉണ്ട് ഫീലിങ്സ്, അതൊക്കെ അവർക്കും ഉണ്ട് കുറെ നമ്മൾ പറയുന്ന പോലെ നമുക്ക് ബർത്ത്ഡേ ഡേറ്റ്, അവരെ ആദ്യം കണ്ട ഡേറ്റ്, അവരുമായിട്ട് നമ്മൾ സംസാരിച്ചത് കഴിച്ചതൊക്കെ ഓരോ ദിവസം രാവിലെ ചെല്ലുമ്പോഴേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുമായിരിക്കും. പുള്ളി അന്ന് ശ്രീകൃഷ്ണ ജയന്തി ആണെങ്കിൽ പോലും പുള്ളി ആ ദിവസം ഓർക്കൂല. ഇവളുമായിട്ട് അങ്ങനെ നിന്റെ ബർത്ത്ഡേ ആണോ ആനിവേഴ്സറി ആണോ കണ്ട ഡേറ്റ് ആണോ നമ്മളിവിടെ പോയ ഡേറ്റ് ആണോ? കുട്ടികൾ ചിലപ്പോൾ വേറെ കുറെ എനിക്ക് അവരുടെ മൈൻഡിലുള്ളത് അടുത്ത ആഴ്ച അവിടെ EMI അടയ്ക്കാനുണ്ട്, വണ്ടിയുടെ പൈസ അടയ്ക്കാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവർക്ക് വരുന്നത്. നമ്മളെപ്പോഴായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അതെ. മായവി ഇപ്പോഴും ഒരുപാട് പെൺകുട്ടികളുണ്ട് മായവി ഇതുപോലെ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ കല്യാണത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതുപോലെ ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന അതായത് എക്സ്ട്രീം മൂഡ് സ്വിങ്സ് ഒക്കെ കാണിച്ച്. അപ്പം അങ്ങനെയുള്ള ഇനി വരാൻ അല്ലെ കല്യാണം കഴിക്കാൻ പോകുന്ന കുറേ പെൺകുട്ടികളുണ്ട്, അവരോടൊക്കെ മായാവിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ആലോചിക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്ന കേട്ടോ, എനിക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ വരും ചില സമയമൊക്കെ. ചിലർ സിനിമ കണ്ടിട്ട് കരയില്ലേ, ഞാനിപ്പോഴും അടുക്കളയിലൊക്കെ ചിലപ്പോൾ നിൽക്കുമ്പോൾ പത്തേമാര് സിനിമ ഓർത്ത് കരയും. അപ്പോൾ മമ്മൂട്ടിയെ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ അടക്കാൻ സമ്മതിച്ചില്ല. ഒരു സിനിമ കണ്ട് കരയുവാണെങ്കിൽ ഓക്കെ, ഇതിങ്ങനെ ഓർത്ത് അത് ഉള്ളിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും. ഇപ്പോഴത്തെ പെൺകുട്ടികൾ കുറച്ച് നേരം അനങ്ങാതൊക്കെ റൂമിൽ കിടക്കുകയാണെങ്കിൽ, പണ്ട് എൻ്റെ അമ്മയ്ക്കൊന്നും അറിയത്തില്ല മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടെന്ന്, എന്താ കഥ അവിടെ ചിരിക്കുന്നതെന്ന് ചോദിക്കുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളെ ചിലപ്പോൾ അമ്മമാർക്ക് അറിയാൻ പറ്റും, പിള്ളേർ പറഞ്ഞു എനിക്ക് മൂഡ് സ്വിങ്സ് ആണെന്ന് പറഞ്ഞു. അപ്പം വേറൊരാൾ അതിലേക്ക് വരുമ്പോഴത്തേക്കും ദേഷ്യപ്പെടും. എല്ലാവരും ഇപ്പം നമ്മളണക്ക് ജീവിക്കണമെന്ന് വെച്ചാൽ ഞാൻ സങ്കടപ്പെട്ടിരിക്കുക, അപ്പോൾ ആദ്യം ഹാപ്പി മൊമെന്റ്സ് എന്നോട് ഷെയർ ചെയ്യാൻ വരിക. അപ്പം ഞാൻ ആതിരോട് ദേഷ്യപ്പെട്ട് പറയാം എനിക്ക് മൂഡ് സ്വിങ്സാ എന്ന് പറഞ്ഞിട്ട് ആതിരയുടെ മൂഡോടെ മാറ്റണം, എൻ്റെ ഇതിൽ വരണമെന്നും അങ്ങനെ നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പെൺകുട്ടികളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞ സഹനശക്തിയൊക്കെ വേണം. നമുക്ക് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാനുള്ള സഹനശക്തി നമുക്ക് വേണം. അത് ഏതെങ്കിലും വഴി പോകുന്ന ചെക്കനോ അല്ലെങ്കിൽ കെട്ടിയവനോ അച്ഛനൊക്കെ വഴക്ക് പറഞ്ഞാലല്ല, നമ്മുടെ ഫീലിങ്സുകളെ നമ്മൾ അടക്കണം. നമുക്ക് ദേഷ്യം വരുവാണെങ്കിൽ നമ്മൾ നിയന്ത്രിക്കുക, നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ മൂഡ് സ്വിങ്സിലാണ്, അല്ലെങ്കിൽ എനിക്ക് മൂഡ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ മാറിക്കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത്രയും പേരെ മൂഡ് കളഞ്ഞ് അലറി വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ മൂഡ് സ്വിങ്സ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ആ കാളിരിക്കുന്നവർ മൊത്തം സ്തംഭിച്ച് നിന്നിട്ട് അപ്പുറത്ത് നിന്ന് കറഞ്ഞിട്ട് കാര്യമില്ല. അവരവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു മൂഡൊക്കെ ഉണ്ടാക്കാവുള്ളൂ. അല്ലാതെ മറ്റൊരാളുടെ ലൈഫിലോട്ട് ഇടിച്ചു കയറിയിട്ട് എനിക്ക് മൂഡ് സ്വിങ്സ് നീയും കരയണം. മൂഡ് സ്വിങ്സ് ഒരു വലിയ പ്രശ്നമാണ്. അതെ, ഇപ്പൊ എല്ലാരും കണ്ടുപിടിക്കുന്ന ഒരു സൊല്യൂഷനാണ്. എനിക്ക് അന്നേരം ഒരു മൂഡില്ലായിരുന്നു, നീ എന്തിനാ അവരോട് അങ്ങനെ അന്നേരം അതിന് എനിക്ക് എന്തോ അതൊരു രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു വഴിയും കൂടിയാട്ടോ അത്.
ചിലർക്കൊക്കെ സീരിയസ് ആയിട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു നിർത്തി. അതുപോലെ തന്നെയല്ലേ ഇപ്പം ഒരുപാട് മൂവീസ് നമ്മൾ ഈ കോമഡി മൂവീസ് ഉണ്ടല്ലോ. ഇപ്പൊ കോമഡി മൂവീസ് ഇപ്പൊ എപ്പോൾ കണ്ടാലും ആ ഫ്രഷ്നെസ് കിട്ടുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോഴും വെട്ടം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പച്ചക്കുതിര ആണെങ്കിലും പറക്കും തളികയാണെങ്കിലും ഈ സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഒരു ചിരി മെയിൻറ്റെയിൻ ചെയ്ത്. അപ്പൊ മായാവിക്ക് ഇതുപോലെ കോമഡി ഫിലിംസിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീക്വൻസോ ആളോ അല്ലെ മൂവിയോ ഏതായിരിക്കും? ഹരിഹരനഗറാണ്, ജഗദീശ്. എനിക്ക് ആ സിനിമ ഞാൻ എപ്പോഴും കാണുന്നതാണ്. പക്ഷെ അതെല്ലാം എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫിലിമിനൊക്കെ പോയാൽ തന്നെ തിയേറ്ററിൽ എല്ലാവരും ചിരിക്കും. ചിരിച്ചു കഴിഞ്ഞാൽ ഇവർ ചിരിക്കാത്ത ചെറിയ പോയിൻ്റൊക്കെ ഉണ്ട്. ആ പോയിൻ്റ് ആയിരിക്കും ഞാൻ ചിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഈ ഹരിഹരനഗർ സിനിമയെ കാണുമ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മായ എന്ന് പറഞ്ഞ കുട്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എല്ലാവരും വന്നിട്ട് അടിസീനുണ്ട്. അപ്പോൾ ഇങ്ങനെ ജഗദീശേട്ടൻ്റെ കഴുത്തിലൊരു ടൈ കിടപ്പുണ്ട്. അപ്പോൾ ഒരു പുള്ളി ഇങ്ങനെ ടൈ പിടിച്ച് കറക്കുമ്പോഴത്തേക്കും പുള്ളി പറയും ഈ ടൈ കളിക്കില്ല കേട്ടോ, ടൈ കുരിയും കുറേ പേര് ഭരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. ആ സീനൊക്കെ എനിക്ക് കുഞ്ഞു പോയിൻ്റാണ്, അതെല്ലാവരും ചിരിക്കണമെന്നില്ല. ഞാനത് കണ്ടത് ചിരിച്ചിരിച്ചെൻ്റെ കണ്ണ് നിറഞ്ഞിരുന്ന് ചിരിക്കും. എപ്പോൾ കണ്ടാലും ചിരിക്കും ചില കാര്യങ്ങൾ. സീഡ് മ്യൂസിക് 2-3 തവണ കഴിഞ്ഞപ്പോൾ ഓക്കെ നമുക്ക് കാണാം. പക്ഷെ ഫസ്റ്റ് ഒരു ചിരി വരുമല്ലോ. പക്ഷെ ഈ സീൻ ഞാൻ എപ്പോൾ കണ്ടാലും അത് പിന്നെ മിഥുനത്തിലെ ആ കല ഉടയ്ക്കുന്ന സീനല്ലേ, അതെല്ലാവരും കിടന്ന് ചിരിക്കുക. ആ കല ഉടയ്ക്കുന്ന സീൻ എനിക്ക് ആ സീൻ ഇഷ്ടം. അവസാനം ഇന്നസെൻ്റ് ഏട്ടൻ പറയും ഞാനാണ് ഉടച്ചതെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം വാരിപ്പറക്കി, ഇന്നസെൻ്റ് ഏട്ടനാണ് ഉടച്ചതെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം വാരിപ്പറക്കി സീരിയസ് ആയിട്ടിരിക്കുന്ന നേടും കൂടി കാണിച്ചാൽ പെട്ടെന്ന് എന്ന് പറയുന്നൊരു സീൻ എനിക്കത്. കാരണം പുള്ളി പറയാം അവസാനം ഇപ്പം സമ്മതിച്ചല്ലോ കലം പൊട്ടിയാലും എന്ന് പറയുന്നൊരു സീൻ. അതൊക്കെ ഇരുന്ന് ഓർത്തിരുന്നിരിക്കും ഞാൻ. അതാണ് എല്ലാവരും പോയിന്റ് ചെയ്യാത്ത സാധനത്തിലാണ് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. ആരായിരിക്കും ഒരു ഫേവറേറ്റ് കൊമേഡിയൻ, ഏറ്റവും ഇഷ്ടമുള്ള മലയാളം ഒരു ഫീമെയിൽ ചോദിക്കുകയാണെങ്കിൽ? എല്ലാവരും കോമഡി ചെയ്യുമ്പം എനിക്ക് അവർ എങ്ങനെ അത് പറ്റുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഫേവറേറ്റ് ആയിട്ട് ഒരാളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കൽപ്പന ചേച്ചി എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. ഇങ്ങനെ പെട്ടെന്ന് തന്നെ KPC ലളിത ചേച്ചീനെ പുള്ളിക്കാരി KPC അമ്മയുടെ അത് എനിക്കിഷ്ടമാണ്. അത് ചില കുഞ്ഞു സംഭവങ്ങളൊക്കെ പുള്ളിക്കാരി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ മാറ്റിയ സിനിമയിലേക്കൊരു ചാൻസോ? ഇപ്പം മായാവിയുടെ ചില വീഡിയോസിനൊക്കെ കമൻ്റായിട്ട് വരുന്നത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മായാവിനെ ഉടനെ ഞങ്ങൾ സിനിമയിൽ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ സിനിമയിലേക്കൊരു ചാൻസ് വന്നു കഴിഞ്ഞാൽ സിനിമ എങ്ങനെയാണ് മായാവി ഫോക്കസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഇപ്പം ഞാൻ അങ്ങനെ നോക്കുന്നൊന്നുമില്ല. കുഞ്ഞ് ഷോർട്സ് വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ അഭിനയിക്കുന്നവരെ കാണുമ്പോൾ ഭയങ്കര ഇതെങ്ങനെയെന്ന് എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പം സ്റ്റാൻഡപ്പ് ഓക്കെ, എൻ്റെ അടുത്ത് നിങ്ങൾ നടന്നിട്ടൊരു സ്കിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കോമഡി പറയാൻ സമയമ്പോൾ ഞാൻ സ്റ്റാൻഡപ്പ് കണക്ക് നിൽക്കും. എനിക്കങ്ങനെ പറ്റില്ല. ചിലപ്പോൾ അത് നമ്മൾ ഓഫറുകൾ വരുമ്പോൾ ചിലപ്പോൾ അറിയില്ല. അല്ലാതെ എനിക്കിങ്ങനെ ഒരു അതിശയം തോന്നും. വരുവാണെങ്കിൽ നമുക്ക് പറ്റുവാണെങ്കിലൊക്കെ ചെയ്യും. മായാവി ഇപ്പം മായാവിയുടെ സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ട് ഞങ്ങൾക്ക് അതിശയം. കാരണം എങ്ങനെ ഇങ്ങനെ ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുന്നത് ഞങ്ങളിങ്ങനെ അതിശയിച്ചിരിക്കുകയാണ്. ഈ 4 മിനിറ്റിലൊക്കെ ഇത്രയും കോമഡി പറഞ്ഞ ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. സോ ഇനിയും ഇതുപോലുള്ള കോമഡിയൊക്കെ ആയിട്ട് സ്റ്റാൻഡപ്പ് കോമഡിയും അതിനുശേഷം സിനിമയൊക്കെ ഫോക്കസ് ചെയ്ത് സിനിമയിലൂടെയൊക്കെ എത്തുക ഞങ്ങളിലേക്ക്. എന്തായാലും ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ എനിക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. ബെന്നീസ് റോയൽ ടൂർസ് കൊച്ചി, തൃശൂർ, ട്രിവാൻഡ്രം, കാലിക്കറ്റ്.